മുഖ്യമന്ത്രി പുതുവത്സര ദിനത്തിൽ നടത്തിയ പത്രസമ്മേളനം കണ്ട ആർക്കും മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു വരും. മുഖ്യമന്ത്രി അവിടെ നടക്കുന്ന അന്വേഷണത്തെ ന്യായീകരിക്കുന്നുണ്ട്. SITയുടെ നേതൃത്വത്തിൽ വളരെ കൃത്യമായിട്ടാണ് അന്വേഷണം പോകുന്നത് എന്ന് അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു വയ്ക്കുന്നു. അതേസമയം നമ്മുടെ മനസ്സിലേക്ക് ഉയർന്നു വരുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് ആ SIT കൃത്യമായി കുറ്റം ആരോപിച്ചുകൊണ്ട് റിമാൻഡ് ചെയ്യപ്പെട്ട CPMൻ്റെ ഉയർന്ന നേതാക്കളായിട്ടുള്ള പത്മകുമാറും വാസുവും ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരായി എന്തുകൊണ്ടാണ് പാർട്ടി നടപടിയെടുക്കാത്തത് എന്ന ചോദ്യമാണ് ആദ്യമായി ഉയർന്നു വരുന്നത്. കൃത്യമായ അന്വേഷണം നടത്തി അവർ കുറ്റക്കാരാണെന്ന് കണ്ടതുകൊണ്ടാണല്ലോ. അത് ഏത് തരത്തിലുള്ള കുറ്റമാണെങ്കിലും, അവർ കൊള്ളയ്ക്ക് കൂട്ടുനിന്നവരാണെങ്കിലും അല്ലെങ്കിൽ കൊള്ള നടത്തിയവരാണെങ്കിലും സമാനമായിട്ടുള്ള കുറ്റമാണ് അവർ ചെയ്തത് എന്ന കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അവരെ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടി പാർട്ടി എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. മറ്റാരെങ്കിലുമല്ല അന്വേഷിക്കുന്നത്. പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന കേരള സംസ്ഥാനത്തിലെ പോലീസാണ് കോടതിയുടെ നിർദ്ദേശാനുസരണം രൂപീകരിക്കപ്പെട്ട SITയുടെ ഉദ്യോഗസ്ഥരായിട്ടുള്ളത്. അവർ നടത്തിയ കൃത്യമായിട്ടുള്ള അന്വേഷണമാണെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ ആ അന്വേഷണത്തിൻ്റെ വെളിച്ചത്തിൽ കണ്ടെത്തിയവർക്കെതിരായി എന്തുകൊണ്ട് പാർട്ടി നടപടിയെടുക്കുന്നില്ല എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉയർന്നു വരുന്നു. മറ്റൊന്ന് മുഖ്യമന്ത്രി പറയുന്നത് സോണിയാഗാന്ധിയെക്കുറിച്ചാണ്. സോണിയാഗാന്ധിയുടെ വളരെ ടൈറ്റ് സെക്യൂരിറ്റിയുള്ള സ്ഥലത്ത് എങ്ങനെ പോറ്റിയും ഗോവർദ്ധനും അല്ലെങ്കിൽ ഈ 2 MP മാരും അടൂർ പ്രകാശും ആൻ്റണിയും ഉൾപ്പെടെയുള്ളവർ എങ്ങനെ എത്തി, അവരുടെ മുമ്പിൽ എങ്ങനെ പടമെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരധികാരവുമില്ലാത്ത സോണിയാഗാന്ധിയെ കാണാൻ ഈ പറയുന്ന ആളുകൾ പോയി അവരെ സന്ദർശിച്ച് ഈ തരത്തിൽ പടമെടുത്തു വന്നു എന്ന ഒരു കാര്യം സത്യമാണ് എന്ന് തന്നെ കരുതുക. അതെങ്ങനെയാണ് ഇതിനുള്ള മറുപടിയായി മാറുന്നത്? ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന് ഒരു ആംബുലൻസ് കൊടുക്കുന്നതിന് വേണ്ടി ആ പരിപാടിയുടെ ചാർട്ടിലൊന്നുമില്ലാത്ത പോറ്റിയിൽ നിന്ന് താക്കോല് കൈമാറുന്ന തരത്തിലുള്ള ഒരു പടവും അതിൻ്റെ വീഡിയോയും ഒക്കെ വരികയും അതിൻ്റെ ഭാഗമായി ആ വീഡിയോ അല്ലെങ്കിൽ പടം പോസ്റ്റ് ചെയ്ത ആളുകൾക്കെതിരെ നടപടിയെടുക്കുന്ന രീതിയിലേക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത N. സുബ്രഹ്മണ്യനെതിരെ കേസെടുക്കുന്ന നിലയിലേക്കൊക്കെ പോയ സാഹചര്യത്തിൽ അതുപോലെ മറ്റൊരു പടമാണ് മുഖ്യമന്ത്രിയുമായി ചേർന്ന് പോറ്റി നിൽക്കുന്നത്. അത് രണ്ടും വേണമെങ്കിൽ താരതമ്യം ചെയ്യാം. പക്ഷേ എങ്ങനെയാണ് ശബരിമലയിൽ നടന്ന കൊള്ളയുമായി ഈ പടത്തെ ചേർത്ത് വയ്ക്കുന്നത് എന്ന് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ ജനുവരി 2-ാം വാരത്തോടുകൂടി CPMൻ്റെ പ്രവർത്തകർ വീടാന്തരം കയറി ഞങ്ങൾ കട്ടിട്ടില്ല, ഞങ്ങൾ കൊള്ള ചെയ്തിട്ടില്ല, അയ്യപ്പൻ്റെ മുതൽ ഞങ്ങൾ തൊട്ടിട്ടില്ല എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു കുമ്പസാരം വീടുകൾ കയറി നടത്തുന്നതിന് വേണ്ടി പോകുമ്പോൾ അതിനാവശ്യമായ തരത്തിലുള്ള ഒരു ടെക്സ്റ്റ്, ഒരു നറേറ്റീവ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ആദ്യമേ പത്രസമ്മേളനത്തിലൂടെ നൽകിയതാണോ എന്ന് പോലും സംശയിക്കേണ്ടതുണ്ട്. കാരണം ആ വിഷയത്തിൻ്റെ ഗൗരവത്തെ മുഴുവൻ ചോർത്തിക്കളഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ ഉൾപ്പെട്ട നേതാക്കൾക്കെതിരായി നടപടിയെടുക്കാതിരിക്കുന്നതിനെ ന്യായീകരിച്ചുകൊണ്ട് എങ്ങനെയാണ് CPMൻ്റെ പ്രവർത്തകർക്ക് വീടുകൾ കയറി അയ്യപ്പൻ്റെ മുതൽ കട്ടവരെ ന്യായീകരിക്കാൻ കഴിയുക? അപ്പോൾ നേരത്തെ തന്നെ മുഖ്യമന്ത്രി അടൂർ പ്രകാശിൻ്റെ പേര് ഇതുപോലെ സോണിയാഗാന്ധിയോടൊപ്പം അവരുടെ പടവുമൊക്കെ കാണിച്ചുകൊണ്ട് വാർത്താസമ്മേളനത്തിൽ നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിലും SIT ആ കാര്യത്തിലേക്ക് പോയിട്ടില്ല. പക്ഷേ വാർത്തകൾ പൊട്ടി വന്നു. എന്താണ്? അടൂർ പ്രകാശിനെ ജയിലിലടയ്ക്കാൻ പോകുന്നു, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഇതുവരെയും അടൂർ പ്രകാശിന് ഒരു നോട്ടീസ് പോലും SIT കൊടുത്തിട്ടില്ല. പക്ഷേ മാധ്യമങ്ങളിൽ ആ വാർത്ത വലിയ തോതിൽ ബ്രേക്ക് ചെയ്തു വന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്തത് ആരെയായിരുന്നു? കടകംപള്ളി സുരേന്ദ്രനെയായിരുന്നു. കടകംപള്ളി സുരേന്ദ്രനെ നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് പക്ഷേ ആരും അറിഞ്ഞില്ല, ഒരു മാധ്യമങ്ങളും അറിഞ്ഞില്ല. ആ വാർത്ത പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞാണ് പുറത്തു വന്നത്. അപ്പോൾ അതിനെ മറച്ചു പിടിക്കാൻ അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ മറ്റൊരു കഥ വേണം. അതിനാണ് UDF കൺവീനർ അടൂർ പ്രകാശിനെ SIT ചോദ്യം ചെയ്യാൻ പോകുന്നു, വിളിപ്പിച്ചിരിക്കുന്നു, അടുത്ത് ചോദ്യം ചെയ്യും എന്ന തരത്തിലുള്ള ഒരു കഥ പടച്ചുവിടുന്നത്. ഇങ്ങനെ കഥകൾ പടച്ചുവിട്ടുകൊണ്ട് ശബരിമല അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ ഒന്നടങ്കം കട്ടുകൊണ്ടുപോയ തരത്തിലേക്ക് ആ രീതിയിലാണ് വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ദ്വാരപാലക ശില്പങ്ങളോ അല്ലെങ്കിൽ അത് ഉറപ്പിച്ച പീഠമോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കട്ടളപ്പാളിയോ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരികയാണ്. പ്രഭാവലയം ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്ന ദശാവതാര ശില്പങ്ങൾ ഉൾപ്പെടെ അവിടുത്തെ ശിവലിംഗം, അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും, അവിടെയുള്ള സ്വർണം പൊതിഞ്ഞ പല ഘടകങ്ങളും ഇളക്കി മാറ്റിക്കൊണ്ടുപോയി ശ്രീകോവിലിനകത്തുള്ള അയ്യപ്പ വിഗ്രഹം പോലും ഇളക്കി മാറ്റിക്കൊണ്ടുപോയിട്ടുണ്ടോ, അവിടെയുള്ളത് ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് സ്വർണ്ണമാണോ എന്ന തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള വിശദാംശങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കോടതിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഗൗരവമായൊരു വിഷയത്തെ വളരെ ചുരുക്കി കാണുന്ന തരത്തിൽ ഇവിടുത്തെ CPM പ്രവർത്തകർക്ക് വീടുകളിൽ കയറി അതിനെ ന്യായീകരിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും മെറ്റീരിയൽ കൊടുക്കുക എന്നുള്ള തലത്തിലേക്ക് ഒരു പത്രസമ്മേളനത്തെ ചെറുതാക്കി കണ്ടതായിട്ടാണ് ആ പത്രസമ്മേളനം കണ്ടാൽ നമുക്ക് ഏവർക്കും തോന്നുക.